ഡീൽ ആരോപണം ഒഴിയാതെ കുന്നംകുളം മണ്ഡലവും. കുന്നംകുളം മണ്ഡലം BJP BDJSന് നൽകിയത് CPM ഡീലിന്റെ ഭാഗമാണെന്ന ആരോപണവുമായി UDF. സിറ്റിംഗ് MLA AC മൊയ്തീൻ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുന്നംകുളത്ത് പോരാട്ടം മുറുകുകയാണ്. UDFനായി PT അജയ് മോഹനും NDAക്കായി BDJSന്റെ KR രജിലും ആം ആദ്മി പാർട്ടിക്കായി KS രാജീവുമാണ് മത്സര രംഗത്തുള്ളത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ BDJSന് സീറ്റ് നൽകിയത് CPM BJP ഡീലിന്റെ ഭാഗമാണെന്ന് UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ആരോപിച്ചു. ഡീൽ ഉണ്ടെന്നുള്ള വിവരം എനിക്കും കിട്ടി. ആരാ തമ്മിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഡീല്. ഈ ബാറുകളൊക്കെ രാത്രി 12 മണി വരെ തുറക്കാനുള്ള അനുവാദം കൊടുത്താരാ? അപ്പോൾ അതൊക്കെ ഒരു ഡീലിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാ അവിടെ മറ്റേ BDJSന്റെ സ്ഥാനാർത്ഥി? ആരാ? എനിക്കറിയില്ലല്ലോ. അതൊക്കെ നിർത്തിയവരോടല്ലേ ചോദിക്കേണ്ട ഡീൽ എങ്ങനെയാണ് നടത്തിയെന്നുള്ളത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന സമീപനമാണ് UDF കുന്നംകുളത്ത് സ്വീകരിച്ചതെന്നും തനിക്ക് അപരനെ നിർത്താൻ ശ്രമിച്ചത് പരാജയ ഭീതി മൂലമാണെന്നും ഇടത് സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ വിരോധം മൂത്തവർ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ എൻ്റെ പേരുള്ള ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തി, അപരനാക്കി നിർത്തി 4 വോട്ട് തെറ്റിക്കാൻ നോക്കുന്നത്. ആ കളി മോശപ്പെട്ടതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണ്ടേ. ഈ പൊന്നാനി മോഡൽ ഇവിടെ നടപ്പിലാവില്ല. തങ്ങളെ ഒരു ഡീലിനും കിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി KR രജിൽ പറഞ്ഞു. NDA ഒറ്റക്കെട്ടായാണ് കുന്നംകുളത്ത് മുന്നോട്ട് പോകുന്നതെന്നും രജിൽ TCVയോട് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്, ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഡീൽ നടക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലോ. കോൺഗ്രസിൻ്റെ ഇടയിലാണ് തല്ല്, CPM-ന്റെ ഇടയിലാണ് തല്ല്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. TCV കുന്നംകുളം.